കോൺട്രാക്ട് മാരേജ് ഭാഗം 36 റൈറ്റൻ ബൈ റോസ്. സ്റ്റോറി വലിച്ചു നീട്ടുന്നതല്ല കേട്ടോ, അത് ട്രാക്കിലോട്ട് കയറുന്നതേ ഉള്ളൂ. വായിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. കമൻ്റ് ഇടാൻ മറക്കരുത്. ഞാൻ നോക്കിയിരിക്കുമായിരുന്നു രണ്ടുപേരെയും. ഇങ്ങോട്ട് വാ. ശിവൻ്റെ അച്ചമ്മ പറയുന്ന കേട്ട് ഭദ്ര അടുത്ത് നിൽക്കുന്നവനെ പതിയെ തലതിരിച്ച് നോക്കി. ഇയാൾ വരുന്ന കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞോ? അതിനർത്ഥം അച്ചമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലെന്നല്ലേ? അതെ. രണ്ടാളുടെയും പരസ്പരമുള്ള ചിരി കണ്ടതും അവൾക്ക് തൻ്റെ മനസ്സിൽ തോന്നിയത് ശരിയാണെന്ന് തോന്നി. 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതല്ലേ? ഇപ്പോൾ രണ്ടുപേരും കൂടി പോയിട്ട് എത്ര ദിവസമായി? ഓരോ തിരക്കല്ലേ അച്ചമ്മയെ, പറ്റണ്ടേ വരാൻ? അവരൊന്ന് അമർത്തി മൂളി. അമ്മ എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? കുടുംബത്തിൻ്റെ മാനം കെടുത്തിയിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ശിവൻ്റെ അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഭദ്ര അവന് പിന്നിൽ ഒളിച്ചു. അവൾക്ക് അയാളെ കാണുന്നത് തന്നെ പേടിയാണ്. തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം. ഭദ്രേ, നീ ഇങ്ങോട്ട് മാറി നിന്നേ. അച്ഛൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ ശിവൻ തൻ്റെ പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്നവളെ തനിക്കടുത്തേക്ക് വലിച്ചു നിർത്തി. നീ എന്തിനാ ഇതൊക്കെ കേട്ട് പേടിക്കുന്നത്? നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, അതായത് ഈ വീട്ടിലെ മരുമകൾ. എനിക്കൊപ്പം തന്നെ നിനക്കിവിടെ സ്ഥാനമുണ്ട്. പിന്നെ എന്തിനാ നീ ഇങ്ങനെ മാറി നിൽക്കണം? ശിവൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടിയില്ല അവൾ. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആകെ മൊത്തം പേടിയാണ് തോന്നുന്നത്. രാജിയാണോ അതോ ശിവൻ്റെ അച്ഛനാണോ ഇനി തനിക്കെതിരെ? ഇത്രയും നേരം ചിന്തിക്കാതെ വിട്ടുകളഞ്ഞൊരു സംശയം ഇപ്പോൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആയിരിക്കുമോ? ശിവ. അച്ഛൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് പേടിയോടെ ഭദ്ര അയാളെ നോക്കി. അവൻ പറഞ്ഞതിൻ്റെ ദേഷ്യം മുഴുവൻ തന്നെ നോക്കി തീർക്കുന്നുണ്ട് ആൾ. ഇങ്ങാര് ഇന്ന് ഈ തന്തയുടെ വായിൽ നിന്ന് എന്നെ ഓരോന്ന് കേൾപ്പിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് പണി തന്നത് ഇനി അച്ഛനാണെങ്കിൽ മിക്കവാറും ഇന്നത്തോടെ എനിക്ക് ഇയാൾ വിഷം കലക്കിത്തരും. ഭദ്ര ശിവനോട് ദേഷ്യം തോന്നി. കണ്ണിൽ കണ്ട് മതി അച്ഛൻ്റെ വാക്കുകളെ അവൻ തടഞ്ഞു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പലതും ഞാൻ മറക്കും, പലതും. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറുമ്പോൾ അവൻ്റെ മുഖം ചുമന്നിരുന്നു. തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈ മുറുകി അവൾക്ക് വേദന തോന്നി. കൈ പിടിച്ച് വേട്ട നോവുന്നു. ശിവൻ അത് കേട്ട് അവളുടെ കൈവിട്ട് റൂമിലേക്ക് കയറി. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും തമ്മിലുള്ള വഴക്കിനിടയിൽ പെട്ടുപോകുന്നത് ഞാനാ. അവൾ പറയുന്നത് മനസ്സിലാകാത്ത പോലെ അവൻ അവളെ നോക്കിക്കൊണ്ട് കയ്യിലെ ഫോൺ മേശയിലേക്ക് വെച്ചു. ഒരു വർഷത്തേക്ക് ഒന്ന് ഭാര്യയായി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്ര വലിയ കുരിശാകുമെന്ന് കരുതിയില്ല. ഇതൊക്കെ എന്തുവാ? ഹോ, ഇനി അന്ന് വന്നതുപോലെ എവനെങ്കിലും എന്നെ കൊല്ലാനോ തിന്നാനോ വന്നാൽ. കൊല്ലാൻ എന്നാണെങ്കിലും ഇനി ഒരുത്തരും വരില്ല, പിന്നെ തിന്നാൻ. ബെഡിലിരിക്കുന്നവളുടെ ഇരുവശവും കൈകൊത്തിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നിന്നതും ഭദ്ര പേടിയോടെ ബെഡിന് പിന്നിലേക്ക് ചാഞ്ഞുപോയി. മാർഗെ. അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ പതിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടോ? എന്ത്? അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ വല്ലായ്മയോടെ നോക്കി. അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖമാകെ ഓടി നടക്കുവാണ്. ഇതുവരെ കാണാത്ത പല ഭാവങ്ങൾ അവൻ്റെ മുഖത്തുണ്ട്. എന്താ നീ വല്ലാതെ വേർക്കുന്നേ? ഞാൻ ചോദിച്ചത് പറ. എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഉണ്ടോ? ശിവൻ അവളുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും പോലെയാണ് ചോദിക്കുന്നത്. ശിവൻ്റെ ചോദ്യം കേട്ട് ഭദ്ര ഞെട്ടലോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ പിടഞ്ഞുപോയി. അവൻ തൻ്റെ ഉള്ളിൽ ഉള്ളതൊക്കെ കണ്ട് പിടിക്കുമോ എന്നുള്ള ഭയം അവളെ നിറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞതിന് നിനക്ക് ഉത്തരമില്ലേ? ഇങ്ങനെ എല്ലാത്തിനും ഉത്തരം പറയാൻ നിന്നാൽ ഞാൻ കരുതും ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. നിനക്ക് എന്നോട് എന്തൊക്കെയോ. എനിക്കങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. അവൾ പുച്ഛത്തോടെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ശരിക്കും? നെറ്റിച്ചുളിച്ച് സംശയത്തോടെ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റൊന്നും നോക്കിയവൻ. ഇയാളിപ്പോൾ തൻ്റെ മനസ്സിലുള്ളതൊക്കെ പുറത്തെടുക്കുമെന്ന് തോന്നുന്നു. അയാൾക്കതിനല്ലേലും ഒരു പ്രത്യേക കഴിവാണ്. അവൾ അമർഷത്തോടെ അവനെ നോക്കി. ഇങ്ങനെ നുണ പറയാതെ ഭദ്രേ, നിൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാൻ കേട്ടോ, നിൻ്റെ മനസ്സിൽ എന്നെ ഇപ്പോൾ വെറുമൊരു അപരിചിതനായി അല്ലേ കാണുന്നതെന്ന്. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നീയോ? ഒന്ന് മാറുവായിരുന്നിൽ പോകാമായിരുന്നു. ഇല്ല, എനിക്കുള്ള മറുപടി കിട്ടണം. നീ ഇപ്പോൾ എന്നെ എങ്ങനെയാ കാണുന്നത് അത് പറ. എഗ്രിമെൻ്റ് അനുസരിച്ചൊരു ബന്ധമല്ല നിനക്കിപ്പോൾ എന്നോട്. പറ ഭദ്രേ. എനിക്കൊന്നുമില്ല. ഒരു ചെറിയ അടുപ്പമുണ്ട്. നിങ്ങളെ ആദ്യമായി കണ്ടതുപോലെ അല്ലല്ലോ.
ഒരുപാട് ദിവസമായി ഒരുമിച്ചല്ലേ. അങ്ങനെയുള്ളപ്പോൾ ചെറിയൊരു സ്നേഹം തോന്നി. അതിന് മറ്റൊരർത്ഥമില്ല. എന്തർത്ഥമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഭദ്ര അവനെ കൂർപ്പിച്ച് നോക്കി. അവനിങ്ങനെ അടുത്തു നിൽക്കും തോറും വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അവൾക്ക്. ശിവേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, മാറിക്കേ. ഇല്ല, എനിക്കൊരു കാര്യം കൂടി അറിയണം. എന്താ ഇനിയും? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശിവൻ ചോദിക്കുന്നത് കേട്ട് ഭദ്ര ഞെട്ടലോടെ ബെഡിലേക്ക് അമർന്നുപോയി. അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു. കേൾക്കാൻ പാടില്ലാത്തതെന്തോ അവൻ്റെ നാവിൽ നിന്ന് കേട്ടതുപോലെ. പറ ഭദ്രേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ കണ്ണുകൾ അതിൽ. പ്ലീസ്, ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടതുപോലെ. അവൾ പെട്ടെന്ന് കിട്ടിയ ബലത്തിൽ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റിരുന്നു. ശിവൻ ബെഡിലേക്ക് കിടന്നു. തലയ്ക്ക് പിന്നിൽ കൈവച്ച് മേലേക്ക് നോക്കി. കിടക്കുന്നവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടാതെ ബെഡിൽ തന്നെ ഇരിക്കുവാണ്. അവൻ എന്തൊക്കെയോ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് അവൾക്കറിയാം. എങ്ങനെയാണേൽ നിനക്കെന്നെ പിരിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. 1 വർഷം കഴിയാൻ ഇനി 7 8 മാസമേ ഉള്ളൂ. എന്തു ചെയ്യും നീ അപ്പോൾ? ശിവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് ഉത്തരമില്ലായിരുന്നു. അഭിനയിച്ച് അവസാനം കൊള്ളാം. ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം. അല്ല, നിനക്കെന്നോട് ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം നമ്മൾ തമ്മിൽ എന്തെങ്കിലും അടുപ്പമോ പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ശിവൻ അവൾക്ക് നേരെ ചെരിഞ്ഞു കിടക്കുവാണ്. അവൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖഭാവം എന്താണെന്ന് അറിയില്ല. ഭദ്രേ, എന്താ ശിവേട്ടന് എന്നോടിങ്ങനെ കൊത്തി ഓരോന്ന് ചോദിച്ചിട്ട്? ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? അതിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കളിയാക്കാനോ? ഇല്ലെന്നേ, താൻ പറ. എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. ഇത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ശിവേട്ടനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ളപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് മറ്റൊരു പെണ്ണിനോട് ഇങ്ങനെ. എങ്ങനെ? അവൻ എടുത്തു ചോദിച്ചിട്ടും ഭദ്ര അവനെ തുറച്ചു നോക്കി. ഇങ്ങനെ നോക്കാതെ എന്തൊരു കണ്ണാ നിനക്ക്? ആർക്കായാലും ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. ചെറിയ ഇഷ്ടമൊന്നും തോന്നണ്ട. 1 വർഷം കഴിയുമ്പോൾ എന്നെ എൻ്റെ വഴിക്ക് വിട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? നിൻ്റെ വീട്ടിലേക്ക് പോകുമോ? അതോ അന്നത്തെ ആ ഹോസ്റ്റലിലേക്കോ? ഹോസ്റ്റലിലേക്കായിരിക്കും. അർജുനോട് കൂടി ആലോചിച്ചൊരു തീരുമാനമെടുക്കണം. അതെന്താ, നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അറിയില്ലേ? അത്രയും നേരം സൗമ്യമായിരുന്നവൻ്റെ ശബ്ദത്തിലെ മാറ്റം അവൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. അതിന് മറുപടി പറയാതെ ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നവൾ. അവനുള്ളപ്പോൾ അവനോട് കൂടി ചോദിക്കണ്ടേ? ശിവേട്ടനൊരു കാര്യം അറിയാമോ? എന്താ? അവളെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാനായി അവൻ കാതോർത്തു. ഈ അർജുനില്ലേ, അവന് ശിവേട്ടനെ കാണുമ്പോൾ എന്താ ഇത്ര ദേഷ്യമെന്നറിയാമോ? ഇല്ല, എന്താ? അവൻ എന്നോട്. അതിനിടയ്ക്കല്ലേ ശിവേട്ടൻ കയറി വരുന്നത്. എന്ത്? നിന്നെ അവന് ഇഷ്ടമായിരുന്നോ? ശിവൻ ബെഡിലേക്ക് എണീറ്റിരുന്ന് ഞെട്ടലോടെ ചോദിച്ചു. അവൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിക്കാണുന്നവളുടെ ചുണ്ടിലും ഒരു ചിരിയുണ്ട്. ഇത്രയും നേരം എന്നെ ഇട്ട് കുറേ ഊതിയതല്ലേ, ഇനി അങ്ങോട്ടും കുറച്ചാവാം. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. എന്നിട്ട് നിന്നോടവൻ അത് പറഞ്ഞിരുന്നോ? ശിവൻ്റെ മുഖം ദേഷ്യത്തോടെ വീർക്കുന്നതും ചുമക്കുന്നതും അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. എന്താടി പറ. ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കി. അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവൾ പറഞ്ഞു. അവൻ നല്ല അസൂയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? നിനക്കവന് നിന്നോട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് കൊണ്ടവൾ പറഞ്ഞു. പിന്നെ നമുക്കൊരാളുടെ നമ്മളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ, കരുതൽ കാണുമ്പോൾ അറിയാലോ അവരുടെ മനസ്സിൽ എന്താണെന്ന്. അങ്ങനെ എനിക്കും മനസ്സിലായി അവൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന്. അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും അവന് സഹിക്കാൻ കഴിയില്ലെന്ന്. അത്രയ്ക്ക് മതി, നിർത്ത്. ശിവൻ്റെ ശബ്ദമുയർന്നതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടവൾ പേടിയോടെ കുറച്ച് പുറകിലേക്ക് മാറി. ഇതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണെങ്കിലോ? ഒരിക്കലുമില്ല. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഞാനൊരു കോൾ വിളിച്ചാൽ മതി, അവനിങ്ങ് ഓടി വരും. അത്രയ്ക്ക് ഇഷ്ടമുണ്ട് എന്നോട്. എനിക്കറിയാം നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് അവസാനിക്കുമ്പോൾ അവൻ എന്നോട് അതെല്ലാം തുറന്നു പറയുമെന്ന്. 1 മിനിറ്റ്.
ഏത് നിമിഷവും തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന പോലെ ദേഷ്യം കയറിയിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ പറഞ്ഞിട്ട് അലമാരയ്ക്കടുത്തേക്ക് പോയത്. അലമാരയുടെ സൈഡിൽ വെച്ചേക്കുന്ന തൻ്റെ ബാഗ് തുറന്ന് ഒരു കവർ പുറത്തെടുത്തു. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? അവൻ വാങ്ങിത്തന്നതായിരിക്കും. യെസ്, എങ്ങനെ മനസ്സിലായി? ഒന്നും അറിയാത്തതുപോലെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ സമനില തെറ്റുന്നുണ്ടായിരുന്നു. ഒരക്ഷരം പോലും മിണ്ടാതെ പുറത്തേക്കിറങ്ങി പോകുന്നവനെ കണ്ട് ഉറക്കെ ചിരിച്ചു പോയവൾ.